എക്സോബീസ് ബഹാദൂർ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള മിലിറ്ററി ബേസ്ഡ് ആക്ഷൻ ചിത്രങ്ങൾ മാത്രമല്ല, ഇപ്പോൾ എക്സോബീസ് ബഹാദൂർ എന്ന് പറയുന്ന ഈ സിനിമ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ആധാരമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അങ്ങനെയുള്ള മിലിറ്ററി ചിത്രങ്ങളെല്ലാം ചേർത്ത് വെച്ചാലും ഏറ്റവും ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള പടമായിരിക്കും എക്സോബീസ് ബഹാദൂർ എന്ന് പറയുന്ന സിനിമ. ആൻഡ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സൽ എൻ്റർടൈൻമെൻറ്റ്. എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കിഡിലം പടങ്ങൾ. ഒരു ദിൽചാദ് തുടങ്ങിയാണ് ദിൽചാദ്, ലക്ഷ്യ, ഡോൺ, പിന്നെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. എക്സൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ റീമാക്ക് അക്തയുടെ ആണെങ്കിലും സോയ അക്തറിനെ ആണെങ്കിലും ഫറാൻ അക്തറിനെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സിനിമകളുണ്ട്. ഈ ആ സിനിമകളുടെ ലിസ്റ്റ് പറഞ്ഞ് ഈ ഒരു വീഡിയോ വലുതാക്കുന്നില്ല. ആക്ച്വലി എക്സൽ എൻ്റർടൈൻമെൻറ്റ് ഈ വർഷം ഇറങ്ങിയ ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതും ഈ മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആധാരമാക്കിയിട്ടുള്ള സിനിമയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇമ്രാൻ ഹാഷ്മി ആയിരുന്നു അതിലെ നായകൻ. പക്ഷേ ആ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര കാര്യമായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഗ്രൗണ്ട് സീറോയ്ക്ക് ശേഷമുള്ള എക്സൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ആധാരമാക്കിയിട്ടുള്ള സിനിമയാണ് എക്സോബീസ് ബഹാദൂർ. ഈ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ 1962 ബാറ്റിൽ ഓഫ് റസാങ്ല എന്ന് പറയുന്ന ആ ഒരു ബാറ്റിലിനെ ആധാരമാക്കിയിട്ടുള്ളതാണ്. ആക്ച്വലി ഞാനൊരു 2 വർഷം മുമ്പ് ലഡാക്കിലെ, നമ്മൾ മലയാളികൾ കൂടുതലും ലഡാക്ക് എന്നാണ് പറയുന്നത്, അപ്പോൾ ലഡാക്ക് എന്നല്ല ലഡാക്ക് എന്നാണ് എൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ലഡാക്കിലെ കാർദുങ്ല എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു. അത് അത്യാവശ്യം നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു വെതറും കാര്യങ്ങളൊക്കെ ആണെന്നാണ് എന്നെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ സിയാച്ചിനിലെ കൊടും തണുപ്പ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ ഞാൻ ആക്ച്വലി നമ്മുടെ സോൾജിയേഴ്സിന് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫ്. കാരണം അത്ര ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ഈ കാർദുങ്ല എന്നൊക്കെ പറയുന്ന ആ സ്ഥലമൊക്കെ. ആ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ഇവരുണ്ട്. ഈ നമ്മുടെ ജവാന്മാർ അവിടെ ആ ഒരു ആൾട്ടിറ്റ്യൂഡിൻ്റെയും ആ തണുപ്പിൻ്റെയും ഒന്ന് ആലോചിക്കണം. ഈ മെയ്, ജൂൺ, ജൂലൈ പോലുള്ള, അതായത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള വെതറിൻ്റെ സമയത്താണ് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അതിശക്തമായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് -24, അതിന് മുകളിൽ -24 കൂടിയാലേ ഉള്ളൂ. അങ്ങനെയുള്ള അത്രയും വെതറുള്ള സ്ഥലത്ത് നടന്ന റസാങ്ല എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയുള്ള 120 ബഹാദൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേവ് ഹാർട്ട്സ്. അപ്പോൾ ആ 120 അത്രയും ചങ്കൂറ്റമുള്ള ആളുകളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 3000 ചൈനീസ് സോൾജിയേഴ്സിനെയാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇവരാകെ 120 പേരേ ഉള്ളൂ. അപ്പോൾ ഈ 120 പേര് അവർക്കറിയാം അവരൊരിക്കലും കീഴടങ്ങില്ല. കൺമുമ്പിലുള്ളത് മരണമാണെങ്കിലും ഒരിക്കലും അവർ കീഴടങ്ങില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ ഇവർ യുദ്ധം ചെയ്ത് 120 പേര് ഇങ്ങനെ പ്രതിരോധിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ അക്സൈച്ചിൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വെച്ച് അവിടെ നിന്നു പോയത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രദേശങ്ങളിലൂടെ ചൈനീസിൻ്റെ അവരുടെ അധീനതയിൽ പെട്ടു പോയാനേ. അത്രയും ബ്രേവ് ആയിട്ടുള്ള, അത്രയും ചങ്കൂറ്റമുള്ള 120 പേരുടെ കഥയും അവരെ നയിച്ച ഷൈത്താൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഷൈത്താൻ സിംഗ് എന്ന് തന്നെയാണ്. അപ്പോൾ ഷൈത്താൻ സിംഗിൻ്റെ കഥയാണ് പറയുന്നത്. ഇത് നോർമലി എല്ലാ ഈ മിലിറ്ററി ബേസ്ഡ് സിനിമകൾ തുടങ്ങുന്ന പോലെ തന്നെയാണ്. ആദ്യം കുറച്ച് നേരം അതായത് അറിയാമല്ലോ, ഇതുപോലുള്ള ഇപ്പോൾ LOC കാർഗിലോ അല്ലെങ്കിൽ ബോർഡറോ പോലെയോ അല്ല, അതിനകത്തൊക്കെ എല്ലാ ആക്ടേഴ്സിൻ്റെയും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇതിന് ആക്ച്വലി വളരെ ക്രിസ്പായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള, അതായത് പടം കാണുന്ന ആൾക്കാർ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു മൈൻഡ് എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിലുള്ള ക്യാരക്ടേഴ്സിന് അങ്ങനെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഫറാനാണ് ഇതിനകത്ത് ഷൈത്താൻ സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിച്ചിരുന്നത്. ഫറാൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ റാഷി തന്നെയാണ് വൈഫായിട്ട് വരുന്നത്. അപ്പോൾ അത് കുറച്ച് സീക്വൻസൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന സോൾജിയേഴ്സിനോട് ഒരു ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ ഓരോരോ ക്യാരക്ടേഴ്സായിട്ട്, അതായത് 120 സോൾജിയേഴ്സിൽ ആക്ച്വലി 3-4 പേരെന്തോ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വീരമൃത്യു വരിച്ചവരാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളല്ല, ശരിക്കുള്ള ആളുകളാണ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്. അപ്പോൾ അവർ മരിച്ച് വീഴുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്ന സംഭവം ഈ സിനിമയിലില്ല. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ LOC കാർഗിലോ അല്ലെങ്കിൽ ബോർഡറോ പോലെ 4 മണിക്കൂർ 3.25 മണിക്കൂർ അങ്ങനെ നീട്ടേണ്ട, ക്രിസ്പായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സിനിമയിലെ വാർ സീക്വൻസ് ശരിക്ക് നമ്മളൊരു കിഡിലൻ തിയേറ്ററിൽ നല്ല സൗണ്ട് മിക്സിങ്, അതായത് ഈ പടത്തിൻ്റെ ഗംഭീര സൗണ്ട് മിക്സിംഗ് ആണ്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആരാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിലും കിഡിലൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു യുദ്ധഭൂമിയിൽ നിന്ന ഫീലാണ്. ഇപ്പോൾ റിയൽ ലൈഫിൽ ഞാൻ ഇന്നേ ഒരു യുദ്ധഭൂമിയിൽ നിന്നിട്ടില്ല, പക്ഷേ ചുറ്റും നടക്കുന്ന ആ വെടിയൊച്ച, അതിനകത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഓടുമ്പോൾ, അതായത് ഈ ടെറൈൻ, ഈ ലഡാക്കിൻ്റെ ടെറൈൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടെറൈനാണ്. അപ്പോൾ അതിനിടയിൽ ഇവർ ഓടുന്നതിനിടയിൽ ശ്വാസം വലിക്കുന്നത്, അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പക്കയായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ഈ സിനിമയുടെ അവസാനത്തെ ഒരു ഏകദേശം ഒരു 30 മിനിറ്റോളം ഉണ്ട്. 30 മിനിറ്റിൽ യുദ്ധത്തിൻ്റെ ഒരു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നടക്കുന്നതിൽ അതിൽ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ അമ്യൂണേഷനൊക്കെ തീർന്നു പോയി. പിന്നെ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് പോലെ അതൊരു സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫറാൻ അക്തറിൻ്റെ ഒരു ആക്ഷൻ, ആ സീക്വൻസ്
അതൊരു വല്ലാത്തൊരു സീക്വൻസാണ്. കാരണം ഇതുപോലെ മിലിറ്ററി ആക്ഷൻ പടങ്ങളിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. അത് ഒരു സൈഡിൽ നിന്ന് പോയത് ഇങ്ങനെ വന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സംഭവം മിസ്സാവും. നിങ്ങൾ പടം കാണുക. പടം കാണുമ്പോൾ ലാസ്റ്റ് ആക്ടിന് മുമ്പായിട്ട് കുറച്ചൊരു സിംഗിൾ ഷോട്ടിലാണ് വരുന്നത്. സിംഗിൾ ഷോട്ടിലൊരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. ഈ ഫൈറ്റ് സീക്വൻസ് കണ്ടിട്ട്, അതായത് ഇന്ത്യ വേഴ്സസ് ചൈനീസ് ആണല്ലോ. അപ്പോൾ ആ ചൈനീസ് സോൾജേഴ്സ് അവിടെ നിന്നിട്ട് അവൻ്റെ ദേഹത്ത് ഷെയ്ത്താനുണ്ടെന്നാണ് പറയുന്നത്. അയാളുടെ പേര് തന്നെ ഷെയ്ത്താൻ സിംഗ് എന്നാണ്. ദാറ്റ്സ് ആനി. അപ്പോൾ അവൻ ഇതുപോലെ പോരാടുന്നു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീക്വൻസ് വരും, ഒരു ക്ലാപ്പ് വർത്തി മൊമെൻറ്റ് വരും. കാരണം നമ്മൾ കാണുന്നത് ഒരു വാലർ, അതായത് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനൊരു സംഭവം ആണെന്നുണ്ടെങ്കിലും ആ ടൈമിൽ അവിടെ ഒരു പാട്രിയോട്ടിസം എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ്. ജിങ്കോയിസ്റ്റിക് സിനിമകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്നാൽ നമുക്ക് ആ ഒരു പാട്രിയോട്ടിസം, അത് ജെന്യുവിനായിട്ട് ഫീൽ ചെയ്യുന്ന സിനിമകളുടെ പേര് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറയാൻ പറ്റുന്ന സിനിമകളുടെ കൂട്ടത്തിലുള്ള സിനിമയാണ് എക്സോബീസ് ബഹാദൂർ എന്ന് പറയുന്നത്. ഇതൊരു കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ കുറവുകൾ, അതായത് നമുക്ക് ഈ കഥാപാത്രങ്ങളോട് ഒരു ഇമോഷണൽ കണക്ട് കിട്ടുന്നില്ല, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഡൺകിർക്കൊക്കെ പോലെ, അതായത് ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദിയിലെ ഡൺകിർക്ക് എന്നൊന്നും പറയരുത്. അതായത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു സംഭവമാണ്. വാർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പടം, എന്നാൽ ടെക്നിക്കൽ നമ്മുടെ സൗണ്ട് മിക്സിങ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, നമുക്ക് ഈ ലഡാക്കിൻ്റെ ടെറൈൻ, ആ ടെറൈനിൽ രാത്രി പകൽ ഒക്കെ നടക്കുന്ന ആ രീതിയിലേക്കുള്ള ആ യുദ്ധം, അതൊക്കെ വളരെ വളരെ രസമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ റിയൽ ലൊക്കേഷനിലാണ് പോയിരിക്കുന്നത്. കാരണം ലഡാക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം ഗ്രീൻ മാറ്റ് ഏതാണ്, ലഡാക്ക് ഏതാണെന്നുള്ളത്. അപ്പോൾ ലഡാക്കിൻ്റെ ടെറൈൻ തന്നെ ഇവർക്ക് വേണമെന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടായിരിക്കാം ഇവർ റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തത്. എവിഡൻ്റ് ആണ്. അതിൻ്റെ ഭംഗി ഈ സിനിമയിൽ മൊത്തത്തിലുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫറാൻ ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പോൾ ഫറാൻ്റെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രശ്നം ഫറാൻ അടക്കമുള്ള എല്ലാ അഭിനേതാക്കൾക്കും ഉണ്ട്. അതായത് ഈ ക്യാരക്ടേഴ്സിനോടൊന്നും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ലെങ്കിലും അവസാനത്തെ ഒരു 20-25 മിനിറ്റോളം ഉണ്ട്. അതായത് ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ്. ഇത്രയും പേര് അവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ ഒരു അടയാളം പോലും ഇല്ല എന്നുള്ളത്. അതായത് ഇത്രയും വീരമൃത്യു വരിച്ച ഇത്രയും ഇവർ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെ ആവുമോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ടാവുക. നമുക്കറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നല്ല, പക്ഷേ ആ ഒരു നൊമ്പരം കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ പടം തീരുമ്പോൾ ഈ റസാംഗ്ല യുദ്ധത്തിൽ മരിച്ച എല്ലാവരുടെ പേരുകളും അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടും വരും. ഈ പാട്ട് കേൾക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നതിനെയാണ് ഈ പാട്രിയോട്ടിസം അല്ലെങ്കിൽ രാജ്യസ്നേഹം, ആ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച് അവരോടുള്ളൊരു ആദരവ്. ഈ സിനിമ എക്സൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫർഹാൻ അക്തർ അവരുടെ ആ ഒരു ജാവേദ് അക്തറിൻ്റെ ഫാമിലി എക്സൽ എൻ്റർടൈൻമെൻറ്റിലൂടെ എക്സോബീസ് ബഹാദൂർ എന്ന് പറയുന്ന ഈ സിനിമ എടുക്കുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഞാൻ ഈ വർഷം കണ്ട സിനിമകളിലെ ഏറ്റവും ടെക്നിക്കലി ഗംഭീരമായിട്ടുള്ള ഒരു വാർ ഫിലിമാണ് എക്സോബീസ് ബഹാദൂർ. ഞാൻ ഈ സിനിമ കാണാൻ ലേറ്റായി പോയി. വ്യാഴാഴ്ച ആയിരിക്കും നിങ്ങൾ എൻ്റെ ഈ റിവ്യൂ കാണുന്നത്. അപ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞ് പുതിയ റിലീസുകളൊക്കെ വെള്ളിയാഴ്ച വരുമ്പോൾ എക്സോബീസ് ബഹാദൂർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മൾട്ടിപ്ലക്സൊക്കെ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഇൻ കേസ് സർവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഒരു ഗംഭീര പടമാണ്. ടെക്നിക്കലി ഇത്രയും കിടിലനായിട്ടുള്ള ഒരു വാർ ഫിലിം ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മിസ്സായി പോയ സിനിമകളുണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ ടെക്നിക്കലി ഏറ്റവും കിടിലായിട്ട് വന്നിരിക്കുന്ന ഒരു വാർ ഫിലിമാണ് എക്സോബീസ് ബഹാദൂർ. ആ ടെക്നിക്കൽ പെർഫെക്ഷൻ മാത്രമല്ല, ഈ സിനിമയുടെ ഒരു അവസാനത്തെ ഒരു 15 മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമോഷൻ, ആ ഇമോഷൻ്റെ പേരിലും ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു.